ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബീഫ് റോസ്റ്റിനെ വെല്ലുന്ന ഒരു സോയ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. 1.5 കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 3-4 തവണ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്കിത് വെള്ളമെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല. എല്ലാം നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനെടുത്തത് വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് ഇതൊന്ന് ചെറിയ പീസസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ 1 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും നമുക്കത് സൈഡിലോട്ട് മാറ്റി വെക്കണം. എല്ലാ മസാലയും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പച്ചമുളകും കൂടെ ഞാൻ 2-3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സവാള പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി പ്യൂരി ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ പ്യൂരി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സോയ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.